ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കപ്പലണ്ടി റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 പാത്രം കപ്പലണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കപ്പലണ്ടി 2 കപ്പ എടുത്തിടുന്നത് പറഞ്ഞില്ലേ, അപ്പൊ അത് മുഴുവനായിട്ട് ഒരുമിച്ച് വറക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പകുതിയായിട്ട് വറക്കാം. അപ്പൊ ഞാൻ കുറച്ചിട്ട് കൊടുത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി വറക്കുന്ന കറക്റ്റ് പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോരണം. അപ്പൊ ഞാൻ ആദ്യത്തെ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പകുതിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ 4 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒത്തിരി എണ്ണ വെറുതെ കളയണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെയല്ലേ ഈ കപ്പലണ്ടി റോസ്റ്റ് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത്. നമുക്ക് നിമിഷങ്ങൾക്കകം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പരുവായിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് കോരിയെടുക്കാം. അപ്പം ഒരു ബൗള് നമ്മൾ 2 പ്രാവശ്യമായിട്ടിട്ടാണ് വറുത്തെടുത്തത്. അപ്പൊ അതൊന്ന് കോരിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ബൗളൂടി അളന്നെടുക്കാം. ഈ ഒരു ബൗളിൽ നമ്മൾ കണ്ടില്ലേ, ഈ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് അതിൻ്റെ പകുതി കൂടി ഇട്ട് വറുത്ത് കൊടുക്കാം. പകുതി പിന്നെ വറുത്തെടുക്കാം നമുക്ക്. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് വേറെ എങ്ങും പോകരുത്, എൻ്റെ അടുത്താണ് നിൽക്കണം. വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വേഗം കുത്തുപോകും. അപ്പോൾ കരിഞ്ഞു പോവരുത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. 2 പ്രാവശ്യം ഇളക്കിയൊക്കെ കൊടുത്ത് അപ്പൊ കോരാറാകുമ്പോഴത്തേക്ക് ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് തീ ഒന്ന് സിമ്മിളാക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം തന്നെ അത് കരിഞ്ഞു പോകും. അപ്പൊ ഒന്ന് കോരി എടുക്കാം നമുക്ക്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചായ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കോരി എടുത്തു. ഇനി ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ കപ്പലണ്ടി റോസ്റ്റിനകത്ത് കറിവേപ്പിലയൊക്കെ കിടക്കുന്നതായിട്ടില്ല. ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു മണവും അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി കപ്പലണ്ടിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. അപ്പൊ അതും ഒന്ന് ഇട്ടപ്പ് തന്നെ എടുക്കാം. വേഗം തന്നെ കറിവേപ്പില മൂത്ത് കിട്ടും. അപ്പം അതുകൂടി നമ്മളത് കോരി അതിലേക്ക് ഇട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലേ, അപ്പം മുളക് പൊടി കുറച്ച് മതി. അപ്പൊ ഞാനതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. മുളക് പൊടി ഉപ്പും എല്ലാ ഭാഗത്തും ഒക്കെ എത്തി നല്ല ഒരു എല്ലാവർക്കും എത്തുമ്പോൾ ഓരോ കപ്പലണ്ടി എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരും. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള സ്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യമുള്ളപ്പോഴെല്ലാം എടുത്ത് കഴിക്കുകയും ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അവർക്ക് ചായയുടെ കൂടെ കൊടുക്കാനായിട്ട് നല്ലൊരു ഡിഷാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. Okay, bye. See you.